ഒട്ടനേകം പ്രസക്തമായ സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അത് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് നൽകണം എന്നാണ് പറയാനുള്ളത്. ഒരു ചോദ്യം അല്ല കേട്ടോ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. 5 ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് ഞാൻ അങ്ങനെ കാട്ടിയതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾ ഒന്നെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ 5 ചോദിക്കണം ഞാൻ പറഞ്ഞത്. 5 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 5 അങ്ങനെ പോട്ടെ. ചോദിക്കും. ഞാൻ ആദ്യം അഭിനന്ദിക്കണം. നല്ല റാഹത്തുള്ള പരിപാടി. സകല മുജാഹിദിനെ അഭിനന്ദിക്കേണ്ടി വരും. എന്താണെന്നറിയോ, ഞങ്ങളെ പരിപാടി അങ്ങനെയാണ്. മുജാഹിദിന്റെ പരിപാടിയല്ല, അത് മൈക്ക് പിടിച്ച് വാങ്ങാണ്. മുജാഹിദിന്റെ പരിപാടി അതിന് പറയാതിരിക്കാൻ വയ്യ. മുജാഹിദുകളുടെ ചോദിച്ച് ഞങ്ങളെ ചോദ്യകർത്താക്കളെ പിടിച്ചടിച്ചതും ഞാൻ അത് പറയുന്നില്ല. അതൊക്കെ പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വിഷമം വരണ്ട. അപ്പോൾ ഞങ്ങളെ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പല സ്ഥലത്തും തോട്ടശ്ശേരി അറിയ ഉണ്ടാകുന്ന ചോദിക്കാൻ വന്ന നമ്മുടെ സുഹൃത്ത് സിദ്ദീഖ് മാഷെ, അയാളെ മുജാഹിദ് പറയാം അനെ ഞാൻ കാണിച്ചു തരാം. ആരാ പറഞ്ഞത് മൈക്ക് പിടിച്ചു കൊടുക്കുന്ന ആള്? അത് ഇപ്പോൾ ക്ലിപ്പില്ലേ, ഞാൻ മണിപ്പോ കാണിച്ചു തരും. അണികൾ ഉഷാറാണ്, പറയുന്ന ആരിമികളും ഉഷാറാണ്. ഒരു കുഴപ്പമില്ല, ഒക്കെ റെഡിയാണ്. ബാറക്കല്ലാഹു ഫീ ഹാദൽ മജ്ലിസ്. ചോദിച്ചോളൂ. ആമീൻ. അല്ലാഹുവിന്റെ ബർക്കത്ത് മജ്ലിസിൽ ഉണ്ടാകട്ടെ. ആമീൻ. പിന്നെ എന്റെ ഉസ്താദെ ഉത്തരം പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും കബറുള്ള ആളുകളെ വിളിച്ച് പിന്നെ ആഗ്രഹ സഫലീകരണം നടത്തുന്നത് സുന്നത്താണെന്നല്ല. കബർ സിയാറത്ത് ചെയ്യുക എന്നതൊരു സൽപ്രവൃത്തിയാണ്. ഓക്കെ, ആ കബറുള്ള ആളുകളോട് തേടുമ്പോൾ അത് പിന്നെ വിഷയം മാറും, ഹുക്കും മാറും. ഇസ്തിഗാസയിൽ ചർച്ച കയറാതെക്കാൻ വേണ്ടി ഞാൻ അതവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യാൻ മാത്രം. ഞാൻ പറഞ്ഞത് കബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം, അതായത് അസ്ഹാബുൽ കഹഫ് അവർ ചെയ്ത പുണ്യകർമ്മം വെച്ച് പിന്നെ തവസ്സുൽ ചെയ്ത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചതുപോലെ കബർ സിയാറത്ത് എന്ന പുണ്യകർമ്മം. ഒറ്റ മിനിറ്റ്, ഈ വിഷയത്തിൽ സെക്കൻഡ് അല്ല ആ പറഞ്ഞു അങ്ങനെ പോകും. അതാണല്ലേ ദീർഘമായ ഒരു 5 ചോദ്യം ചോദിക്കാം. പറഞ്ഞതിനെ പറ്റിയാണ് അങ്ങനെ പോകും. അതാണ് ഏറ്റവും നല്ലത്, ആളുകൾക്കും പഠിക്കാൻ നല്ലതാണ്. നിങ്ങളത് പറയേണ്ടി വന്നത് എവിടെയെന്നറിയോ? നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. അത് പറയേണ്ടി വന്നത് എവിടെയെന്നറിയോ? മദീനയിൽ 2 സിയാറത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിനെ അഭയകേന്ദ്രമാക്കി ആവശ്യ പൂർത്തീകരണത്തിന് സ്വഹാബികൾ ഒന്നാകെ വന്നു. വലാദു ബിഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബറിനെ അഭയകേന്ദ്രമാക്കി അവർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഇതാണ് ഞാൻ ഒരു സംഭവം. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിറിന്റെ സംഭവം പറഞ്ഞത് എന്താ? തന്റെ വഴിദൂരം ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കൽ വെച്ച് റസൂലുള്ളാഹിയോട് റെക്കമെൻഡ് തേടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഇത് രണ്ടും ഞാൻ പറഞ്ഞപ്പോ അതിനൊരു ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞതാണ് അവിടെ സിയാറത്ത് ചെയ്ത ആ സിയാറത്ത് ഒരു പുണ്യകർമ്മം എന്നൊക്കെ നിങ്ങൾ ഈ പറഞ്ഞത് അതാണ്. അതിനാ ഞാൻ മറുപടി പറഞ്ഞത്. അങ്ങനെയുള്ള ആ പുണ്യകർമ്മം അല്ല അവിടെ നടന്നത്. അവിടെ നേരിട്ട് വഫാത്തായ നബി തങ്ങളോട് റെക്കമെൻഡ് തേടുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അങ്ങനെ തേടുമ്പോൾ ശിർക്കാവും. അവിടെ തന്നെ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം എന്ത്? അപ്പോൾ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുശ്രിക്കായോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മദീനയിലുള്ള സ്വഹാബികൾ എല്ലാവരും കൂടി ആരംഭ റസൂലുള്ളാഹി തങ്ങളെ ഖബറിൽ വന്നുകൊണ്ട് ഖബറിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിച്ചു. 1100 കൊല്ലം മുമ്പുള്ള ഗ്രന്ഥമാണ് എന്റെ വലത്തെ കയ്യിൽ. ഹിജ്റ 676 അന്തരിച്ച ഇമാം നവവി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് എന്റെ ഇടത്തെ കയ്യിൽ. ചോദിക്കട്ടെ, ഈ 2 കിതാബിലും പറഞ്ഞ സംഭവങ്ങൾ അനുസരിച്ച് ഇത് ചെയ്തവർ മുശ്രിക്കായോ കാഫിറായോ? നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും അതന്നെയുള്ളൂ. അത് ശിർക്ക് തന്നെയാണ്, അത് കുഫ്ർ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ കാഫിറായോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രസക്തമായ ഭാഗം. എന്റെ മറുപടിയുടെ പ്രസക്ത ഭാഗം അതാണ്. ഇവരൊക്കെ ചെയ്തത് ഖബറിൽ ചെന്ന് ഖബറിനെ അഭയകേന്ദ്രമാക്കുന്നു, ഖബറിലുള്ള നബി തങ്ങളോട് റെക്കമെൻഡ് തേടുന്നു, ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ശിർക്കാണോ എന്നാ നമ്മൾ ഈ ചോദിക്കുന്നത്. അപ്പൊ ഈ സ്വഹാബികളൊക്കെ മുശ്രിക്കായോ? അപ്പൊ മുജാഹിദ് പഠിപ്പിക്കുന്ന ഈ തൗഹീദ് സ്വഹാബികൾക്ക് പരിചയമില്ല. അതാ ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായോ? അതുപോലെ മനസ്സിലാകാത്ത ഒരു സാധാരണക്കാരനും ഇല്ല. നിങ്ങളത് മനസ്സിലായിട്ടില്ല എന്ന് പറയരുത് ദയവായിട്ട്. ഇനി നിങ്ങൾ ചോദിച്ചോ. പിന്നെ ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും നേരത്തെ സനദില്ല എന്ന് പറഞ്ഞ സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത്. സനത് വ്യക്തമാക്കൽ ദീനിൽപ്പെട്ടതാണ്. അതില്ലായിരുന്നുവെങ്കിൽ തോന്നിയവർ തോന്നിയത് പറയുമായിരുന്നു. ഇസ്നാദ് പറഞ്ഞിട്ടില്ലെങ്കിൽ നല്ല അതിന്റെ അർത്ഥം. ലൗലൽ ഇസ്നാദ് ഇല്ലെങ്കിൽ എന്നാണ്. അതാ അതിന്റെ അർത്ഥം. ഇസ്നാദ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തോന്നിയവർ തോന്നിയത് പറയും എന്നാണ്. ഇസ്നാദ് എല്ലാവരും പറയണം എന്നല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിഷ്കാത്തിലുള്ള കിതാബ് മുഴുവനും ഇസ്നാദ് പറയുന്നുണ്ടോ? സനദ് പറയുന്നുണ്ടോ? നിങ്ങൾ റിയാദുസ് സ്വാലിഹിൽ സനദ് പറയുന്നുണ്ടോ? നിങ്ങൾ ഒരു കിതാബെങ്കിലും നോക്കണ്ടേ? നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഹദീസിന്റെ ഒരു കിതാബെങ്കിലും നോക്കണ്ടേ? അപ്പൊ സനദ് ഇല്ലെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ലൗലൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സനദ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നല്ല. അത് നിങ്ങൾ പോക്കറ്റ് നിർത്തതാണ്. ബിസ്മി ചൊല്ലി അവിടുത്തെ നിങ്ങൾ വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്നാദ് സനദ് ഇല്ലെങ്കിൽ, സനദ് ഇല്ലാത്ത ഒരു കാര്യം ഇമാം നവവി റഹിമഹുല്ലാ തന്റെ കിതാബിൽ പറയോ? ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു അനാചാരം, ഒരു കെട്ടുകഥ പറയുന്ന ആളാണോ ഇമാം നവവി? മഅദല്ലാഹ്. അപ്പൊ സനദ് മഹാൻ കളഞ്ഞു, പറഞ്ഞില്ല. ഇതല്ലാതെ അതിന് സനദ് ഇല്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും? അപ്പൊ അത് നിങ്ങളുടെ വകയാണ്, അത് ശരിയല്ല, അത് നിങ്ങൾ തിരുത്തി തന്നെ വേണം. ചോദിച്ചോളി, അടുത്ത ചോദ്യം. റെഡി ആയിട്ട് എങ്ങനെ പോവാം? ഓരോ അതമ്പടികൾ ഇതാണ്. ഒരു ചോദ്യം മറുപടി ആവുമ്പോൾ അതിന്റെ സുഖത്രയെന്നറിയോ? എല്ലാവർക്കും തിരി. സനദ് പറയൽ
നിർബന്ധമാണ്. അതായത് ഒരു മിനിറ്റ് സാറേ, ഞാൻ സംസാരത്തിൽ മുഴുമിപ്പിച്ചു. അല്ല, അങ്ങനല്ല. അതായത് സനദ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടില്ല എങ്കിൽ വേറെ ആരെങ്കിലും അതിന് സനദ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സനദ് ഒന്ന് ഉദ്ധരിച്ചാൽ മതി. കാരണം അതൊരു വിശ്വാസ കാര്യത്തിന് ഉപയോഗിക്കുന്ന പിന്നെ ഒരു കാര്യമാണല്ലോ ഈ വിഷയത്തിൽ. അപ്പോൾ വേറെ ഏതെങ്കിലും ഇമാമിങ്ങൾ മുഹദ്ദിസീങ്ങൾ അതിന് സനദ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതല്ല, ഇമാം നവവി തന്നെ പറഞ്ഞ വേണമെന്നൊന്നുമില്ല. ഇനി ഞാൻ ഇമാം നവവി മാത്രമല്ല, ഈ സംഭവം പറഞ്ഞ ഇമാമുകളുടെ കിതാബുകളൊന്ന് പറയാം. അവരാരും ഇതൊരു കെട്ടുകഥയായി ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പറയോ? ഞാൻ ഒന്ന് എണ്ണിത്തര കേട്ടോളി. ഒന്നാമത്തേത് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല, ഞാൻ പറഞ്ഞു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. രണ്ടാമത്തേത് അല്ലാമ ഇമാം ഷാമിയുടെ സുബുലുൽ ഹുദാ വർ റഷാദ് 12ാം വാള്യം 407ാമത്തെ പേജിൽ ഇത് പറയുന്നു. അല്ലാമ ബദറുദ്ദീൻ അൽ ഐനി സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം ഉംദത്തുൽ ഖാരി 17ാം വാള്യം 309ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അൽ കവാകിബുദ് ദറാരി ഇമാം കിർമാനിയുടെ 9ാം വാള്യം 203ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അതുപോലെ തന്നെ ഇമാം കിർമാനിയുടെ ശറഹുൽ ബുഖാരിയിൽ 19ാം വാള്യം 194ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ബഹ്ജത്തുൻ നുഫൂസിൽ അല്ലാമ ഇമാം മർജാനിയുടെ ബഹ്ജത്തുൻ നുഫൂസിൽ 386ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഇബ്നു അല്ലാനിൽ മക്കിയുടെ ദലീലുൽ ഫാലിഹീൻ 6ാം വാള്യം 333ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഇബ്നു അല്ലാൻ തങ്ങളുടെ അൽ ഫുതുഹാത്തുർ റബ്ബാനിയയിൽ 3ാം വാള്യം 38ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ ഹളറമിയുടെ ഖിയാദത്തുൻ നഹർ എന്ന ഗ്രന്ഥത്തിൽ 1ാം വാള്യം 374ാം പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ ആമുരിയുടെ റിയാദുൽ മുസ്തഫാബ 225ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ സഫാരിനിയുടെ കശ്ഫുൽ ലുസാമിൽ 5ാം വാള്യം 294ാമത്തെ പേജിൽ. എത്ര ഇമാമുകളാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് അറിയോ? ആ ഇമാമുകൾക്കൊന്നും തിരിഞ്ഞില്ല. ഇതിനൊരു സനദ് പറയാൻ മോശമായി, സനദില്ലാത്തതുകൊണ്ട് ഇത് തള്ളപ്പെടേണ്ടതാണ്, ഇത് ശിർക്കാണ്, ഇത് കെട്ടുകഥയാണ് എന്ന് ഒരാളെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ സനദ് പറഞ്ഞില്ല എന്നതുകൊണ്ട് സനദ് ഇല്ലാന്ന് വരൂല. അത് നിങ്ങൾ പറഞ്ഞ് അബദ്ധത്തിൽ പെട്ടുപോകരുതേ. ഇതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഇമാമുകളൊക്കെ തൗഹീദ് പഠിപ്പിച്ചവരാ, അവരൊക്കെ ദീന് പഠിപ്പിച്ചവരാ, അവരാരും ശിർക്ക് പ്രചരിപ്പിച്ചവരല്ല. അങ്ങനെയുള്ള ഈ വർത്തമാനം നിങ്ങൾ ഒരു പിടിവള്ളിയാക്കി നിർത്തരുതേ എന്നാണ് വളരെ വിനീതമായി എനിക്ക് പറയാനുള്ളത്. പ്രസക്തമായ ചോദ്യം ചോദിക്കട്ടെ. പിന്നെ സനദ് ഉണ്ടെങ്കിലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീരുമാനമാവുള്ളൂ. സനദില്ലാതെ ഒരു വിഷയം ദീനിലെ അഖീദ വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിക്കട്ടെ. അത് എന്താ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അശ്അരി മദ്ഹബാണ് തോന്നുന്നുണ്ട് നിങ്ങൾ വിശ്വാസ കർമ്മത്തിലൊക്കെ പിന്തുടരുന്നത്. അതിൽ മുതവാത്തിറായ ഹദീസുകൾ മാത്രമേ ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് സനദ് പറയണം. പിന്നെ ആദ്യത്തെ നമ്മൾ ചോദ്യത്തിൽ ഒരു പറഞ്ഞതിലുള്ള അബദ്ധം, ഞാൻ 2 അബദ്ധങ്ങൾ പറഞ്ഞു. ഒന്ന്, സനദ് ഇമാമികൾ പറഞ്ഞാൽ, അവരൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഇവിടെ നാട്ടിലുള്ള ഓരോരുത്തർക്കും സനദ് അറിയണമെന്ന് പറഞ്ഞാലേ മുജാഹിദ് എല്ലാ വിഷയവും സനദ് പഠിക്കാൻ പോകേണ്ടി. ഇവിടെയുള്ള മുജാഹിദുകൾക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്ര കാര്യങ്ങൾക്ക് സനദ് അറിയും? വെറുതെ ആ ജാതി പൊട്ടത്തരങ്ങൾ പറഞ്ഞു പോകരുത്. എല്ലാവർക്കും സനദ് അറിയണം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുള്ള മുജാഹിദുകൾക്ക് ബഷീർ മാസ്റ്ററിന്റെ സനദ് അറിയോ? ഓല് ചെയ്യുന്ന നിസ്കാരത്തിന്റെ സനദ് ഓൽക്കറിയോ? ഓൽക്ക് അൽബാനി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേ മൗലവി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു. ഇവരൊക്കെ സനദ് പഠിച്ചിട്ടാണ് നടക്കുന്നത്. ഈ ജാതി പൊട്ടത്തരങ്ങൾ പറഞ്ഞു പോകരുത്. കഥയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ പറഞ്ഞത് എന്ന് പറയാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. ഒന്ന്, അതുകൊണ്ട് എല്ലാവരും സനദ് പറയണം എന്നില്ല. സനദ് അറിയുന്ന ആളുകൾ ഒരു വിഷയം പറഞ്ഞാൽ മതി, ഇസ്ലാമിൽ സ്ഥിരപ്പെടാം. നിങ്ങൾ പഠിച്ചോളി, അറിയില്ല നിങ്ങൾ പഠിച്ചോളി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു വിശ്വാസപരമായ ഒരു കാര്യത്തിന്. ഇത് വിശ്വാസപരമായ കാര്യമല്ല, അതും അബദ്ധം പറ്റിയതാണ്. ഇത് കർമ്മപരമായ കാര്യമാണ്. ഇത് അമലിയാത്തിന് അതിന് പറയാം. ജാറത്തിങ്ക പോവുക, അവിടെ നിന്ന് ശഫാഅത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസപരമല്ല. അത് മുജാഹിദുകളായ നിങ്ങളെ മൗലവിമാർ, കഥയില്ലാത്ത വിവരമില്ലാത്ത മൗലവിമാർ നിങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങൾക്ക് വിവരമില്ലാന്നല്ല പറഞ്ഞത്, പഠിപ്പിച്ച മൗലവിമാർക്ക് വിവരമില്ലാന്നാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞ് പറ്റിച്ചതാണ് നിങ്ങളെ. എന്താണെന്നറിയോ? ഇത് കർമ്മപരമാണ് സുഹൃത്തെ, ഇത് വിശ്വാസപരമല്ല. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പഠിക്കുക. ഈ ഖബറിൽ ചെന്ന് ദ്വാരക്കുക, ഖബറിൽ ചെന്ന് തവസ്സുൽ ചെയ്യുക, അവിടെ നിന്ന് ശഫാഅത്ത് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തല്ല? അത് ഈ പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങളല്ല. ഇനി ഞാൻ പറയാം, ഇതൊക്കെ കണ്ട അഇമ്മത്തുകൾ അവർ പറയുന്നത് എന്താ? ഇമാം നവവി മഹാനവറുകൾ തന്റെ വിശ്വപ്രസിദ്ധമായ ഏതാ ഗ്രന്ഥം അൽ മജ്മൂ എന്ന ശറഹുൽ മുഹദ്ദബിൽ പറയുന്നത് എന്താ? നിങ്ങൾ കേട്ടോളൂ, ഇനി സനദില്ലാന്നൊന്നും പറയണ്ട. ഇമാം നവവിയുടെ സ്വന്തം കിതാബ, അതിന് നേരെയാണ് പറയാണ്. എന്താ പറയുന്നത് എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ ചെന്നാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യമായി റസൂലുള്ളാഹി തങ്ങളോട് സലാം പറയണം. അല്പം കൂടി തെറ്റി സിദ്ദീഖുൽ അക്ബറിനോട് സലാം പറയണം. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയണം. എന്നിട്ട് നബവി ഇമാം പറയാണ്, സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വൽ, പിന്നെ ആദ്യം സലാം പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരണം. അതാരാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വരണം. എന്നിട്ട് അവിടെ നിൽക്കണം. എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നോ? ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. നബവി ഇമാം പറയാണ്, എന്നിട്ട് എന്തു ചെയ്യണം? കേട്ടോളൂ. വയതവസ്സലു ബിഹി, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഖബർ ശരീഫിലുള്ള നബി തങ്ങളോട്, നബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണേ.
വഫാത്തായ നബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണേ, അത് ശിർക്കല്ല. കേരളത്തിലെ മുജാഹിദുകളുടെ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ? അത് ശിർക്കാകുന്നു. നബവി ഇമാം പഠിപ്പിക്കുന്ന തൗഹീദ് എന്താ? അത് സുന്നത്താകുന്നു. റസൂലുള്ളാഹിയോട് കാണിക്കേണ്ട അദബാണത്. കഴിഞ്ഞില്ല. വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി. അതിനുശേഷം നബവി ഇമാം പറയുന്നു വയസ്തശ്ഫിഉ ബിഹി. ആ നബിയോട് റെക്കമെൻഡ് തേടണേ ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിലേക്ക് നബി തങ്ങളോട് റെക്കമെൻഡ് ആവശ്യപ്പെടണേ, ശഫാഅത്ത് ചോദിക്കണേ, ശഫാഅത്ത് തേടണേ. അത് സുന്നത്താകുന്നു. ആരാ പറഞ്ഞത്? ഇമാം നബവി. വഫാത്തായവരോട് ശഫാഅത്ത് ചോദിക്കുന്നത് എന്താ? ശിർക്കാകുന്നു എന്ന് മുജാഹിദുകൾ. മുസ്ലിമീങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത്? നബവി ഇമാം പർവ്വത സമാനരായ, വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ പർവ്വത സമാനരായ ഇമാം നബവി പഠിപ്പിക്കുന്നു ഇത് തൗഹീദാകുന്നു, അത് സുന്നത്താണ്. മുജാഹിദ് പഠിപ്പിക്കുന്നു അത് ശിർക്കാണ്. മുസ്ലിമീങ്ങൾ ആരെ പിന്നാലെ നിൽക്കണം? ജാറത്തിങ്കൽ ചെന്നാൽ, ഹബീബായ നബി തങ്ങളുടെ അരികിൽ ചെന്നാൽ അവിടെ തവസ്സുൽ ചെയ്യണം, ശഫാഅത്ത് ചോദിക്കണം, അത് സുന്നത്താകുന്നു. ഇമാം നബവി റഹിമഹുല്ലാ തന്റെ വിശ്വപ്രസിദ്ധമായ ശർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നു അത് ശിർക്കാകുന്നു. കഴിഞ്ഞോ? ഗൗസുൽ അഅ്ലം ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ സ്വന്തം ഗ്രന്ഥമാണ് കിതാബുൽ ഗുഞ്ഞ. മുജാഹിദ് പറയും ഈ കിതാബുൽ ഗുഞ്ഞ അവിടെ മുജാഹിദുകളുടെ പാഠശാല, സുന്നികളുടെ പാഠശാലയിൽ വെക്കേണ്ട കിതാബാണ്. നമുക്ക് തൗഹീദ് അറിയും. ആ പറയുന്ന കിതാബുൽ ഗുഞ്ഞ എന്ന മുഹയ്യിദ്ദീൻ ശൈഖ് എഴുതിയ ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലെത്തിയാൽ ദീർഘമായ ചൊല്ലി പറയേണ്ടുന്ന തവസ്സുൽ ഇസ്തിഗാസയുടെ തശഫുഇന്റെ വചനങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുന്നു അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക, പടച്ചവനെ നിന്നിലേക്ക് ഞാനിതാ മുന്നിട്ട് വരുന്നു. ബിനബിയിക, നിന്റെ നബിയെ കൊണ്ട് ഞാനിതാ മുന്നോട്ട് വരുന്നു, നിന്നിലേക്ക് മുന്നിടുന്നു. അലൈഹി സലാമുക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയാണ്. ആ നബിയെ കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് മുന്നിടുന്നു. യാ റസൂലല്ലാഹ്, വഫാത്തായ ഖബറിൽ കിടക്കുന്ന നബി തങ്ങളെ വിളിക്കണമെന്ന് ഇമാം ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ കിതാബുൽ ഗുഞ്ഞയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പറയേണ്ടത് എന്താ? യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക, നബിയേ തങ്ങളെ കൊണ്ട് ഞാൻ ഇതാ മുന്നിടുന്നു. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു. ലിയഗ്ഫിറ ലീ ദുനൂബി, എന്റെ ദോഷം പൊറുത്തു കിട്ടാൻ വേണ്ടി നബിയെ തങ്ങൾ മുഖേന ഞാനിതാ അല്ലാഹുവിലേക്ക് മുന്നിടുന്നു. എന്നിട്ട് പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിഹഖിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അൻ തഗ്ഫിറ ലീ, എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ്, വ തർഹമനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് തവസ്സുൽ, റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസയും ചെയ്യണം. ആരാ പറയുന്നത്? ഗൗസുൽ അഅ്ലം ശൈഖ് ജീലാനി. ഇനി വേണോ കിതാബ്? ഞാൻ ഇങ്ങനെ എണ്ണി പറയാം, ഒന്നുകൂടി പറയാം, അത് നിങ്ങൾ പറയാൻ അനുവദിക്കണം. ിന്റെ ഗുരുനാഥനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ ഇമാമാണ്. സഹോദരങ്ങളെ, അവിടുത്തെ ഖാദിയാണ്, അവിടുത്തെ മുഫ്തിയാണ്, അവിടുത്തെ മുദരിസാണ്. അന്നത്തെ ഭരണാധികാരിയായ അബൂ ജഅഫർ എന്ന് പറയുന്ന ചക്രവർത്തി ഇമാം മാലിക് തങ്ങളുടെ അരികിൽ വരികയാണ്. യാ അബാദില്ലാഹ്, ഇമാം മാലിക് തങ്ങളെ വിളിക്കുകയാണ്. അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മ അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ഇമാം മാലികേ, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിലാണ്, ഖബർ ശരീഫിന്റെ അരികിലാ, ജാറത്തിങ്കലാ ഉള്ളത്. ഇവിടുന്ന് ദ്വാരക്കുമ്പോ ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? ഖിബലയിലേക്കാണോ തിരിയേണ്ടത്? അതല്ല റസൂലുള്ളാഹിയിലേക്കാണോ? മദീനത്ത് പോയവർക്ക് അറിയാലോ, റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പൃഷ്ഠഭാഗം, നമ്മുടെ പിൻഭാഗം ഖിബലയിലേക്കായിരിക്കും. ഖിബലയിലേക്ക് തിരിഞ്ഞാലോ നമ്മുടെ പിൻഭാഗം റസൂലുള്ളാഹിയുടെ മുഖത്തേക്കുമായിരിക്കും. ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? ചോദ്യമാണ്. അപ്പൊ മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ, മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തെ ഇമാമായ ഇമാം മാലിക് തങ്ങൾ പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കണേ. ഫഖാല ഇമാം മാലിക് പറയുകയാണ്, വലിമ തസ്രിഫു വജ്ഹക അൻഹു, അല്ല രാജാവേ, നിങ്ങൾ എന്തിനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നിങ്ങളുടെ മുഖത്തെ തിരിക്കുന്നത് എന്തിനാണ്? ഫഹുവ വസീലതുക വ വസീലതു അബീക ആദം അലൈഹിസ്സലാം. ആ റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളുടെയും ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും വസീലയാണ്, ഇടയാളനാണല്ലോ. അതുകൊണ്ട് ബല്ലിസ്തഖ്ബിൽഹു, റസൂലിലേക്ക് നിങ്ങൾ തിരിഞ്ഞോളൂ.
നോക്കണം നിങ്ങൾ, ഇമാം മാലിക് നൽകുന്ന ഫത്വയാണ്. ബൽ ഇസ്തഖ്ബിൽഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞോളൂ. വസ്തശ്ഫിഉ ബിഹി, വസ്തശ്ഫിഉ ബിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ശഫാഅത്ത് ചോദിച്ചോളൂ. അശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഹ്ലനാ ഇൻദായാ സയ്യിദി ഖൈറൻ നബി. മുസ്ലിമീങ്ങൾ ശഫാഅത്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് ചോദിച്ചോളൂ. മാലിക് ഇമാം പഠിപ്പിക്കുന്നു. കേരളത്തിലെ മുജാഹിദുകൾക്ക് വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കിയ പുസ്തകമാണ് ഇത്, വിശ്വാസ കാര്യങ്ങൾ. ഈ പുസ്തകത്തിൽ പറയുന്നതോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ശഫാഅത്ത് ചോദിക്കുന്നവൻ മുശ്രിക്കാണ്, അത് കടുത്ത ശിർക്കാകുന്നു. മുസ്ലിമീങ്ങളെ, വാഴക്കാട് ഈ വലിയ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ഈ ജനസഞ്ചയത്തോട് ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങളെ, നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നമ്മുടെ ആഖിറത്തിന്റെ രക്ഷയോർത്ത് ആരുടെ കൂടെ നിൽക്കണം? ഇമാം മദ്ഹബിന്റെ ഇമാമായ, അതെ, ഹദീസ് രംഗത്ത് പർവ്വത സമാനരായ, സമുദ്ര സമാന വിജ്ഞാനത്തിന്റെ ഉടമയായ ഇമാം ഷാഫി തങ്ങളുടെ ഗുരുവര്യരായ ഇമാം മാലിക് തങ്ങൾ പറയുന്നു, ഹബീബായ നബി തങ്ങളോട് ശഫാഅത്ത് തേടാം. അത് ശിർക്കല്ല, അത് കുഫ്റല്ല, അത് ഹറാമല്ല, അത് കറാഹത്തല്ല, അത് ഖിലാഫുൽ ഔലയല്ല, അത് റസൂലിനോട് ചെയ്യേണ്ടുന്ന അദബാണ്, പുണ്യകർമ്മമാകുന്നു. ഇമാം മാലിക് പഠിപ്പിക്കുന്ന തൗഹീദ് അങ്ങനെയാണ്. കേരളത്തിലെ മുജാഹിദ് പറയുന്ന തൗഹീദ് എന്താ? അത് ശിർക്കാകുന്നു, അത് കുഫ്റാകുന്നു, അത് ചെയ്യുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്, മുസ്ലിമീങ്ങളെ, നമ്മൾ ആരെ കൂടെ നിൽക്കണം? കഥയറിയാത്ത, വിവരമില്ലാത്ത മൗലവി പരീക്ഷകൾ എഴുതിയ ഈ ദുർവ്യാഖ്യാന ബാന്ധത്തിന്റെ പിറകിൽ നിൽക്കണോ? അതല്ല, 14 നൂറ്റാണ്ടിന്റെ മഹിതമായ പാരമ്പര്യത്തോടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സച്ചരിതരായ മഹാത്മാക്കളായ പണ്ഡിതന്മാർ, സ്വഹാബികൾ, താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അവിടെ നിങ്ങോട്ടുള്ള സർവ്വ ഇമാമുകളും അവർ പഠിപ്പിച്ച തൗഹീദിന്റെ കൂടെ നിൽക്കണോ? ഇതാണ് വിശ്വാസികളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഈ നിന്നിടത്ത് നിന്ന് ചോദ്യകർത്താവ് അനുവദിക്കുകയാണെങ്കിൽ 100 എണ്ണം ഇങ്ങനെ പറയും. 100 എണ്ണം സ്വഹാബത്ത് ചെയ്ത സംഭവങ്ങൾ, താബിഉകൾ ചെയ്തത്, ഇമാമുകൾ ചെയ്തത്, ജാറത്തിങ്കൽ പോയത്, ബറക്കത്തെടുത്തത്, മഴയെ തേടിയത്, ശഫാഅത്ത് ചോദിച്ചത്, 100 എണ്ണം പറയാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ മഹാത്മാക്കളായ ഉസ്താദുമാർ ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഗുരുത്വവും പൊരുത്തവുമുള്ള വിജ്ഞാനത്തിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് കഴിയും. ഇവിടെ ഇരിക്കുന്ന മറ്റു ഉലമാക്കളുണ്ട്, റഹ്മത്തുള്ള സഖാഫിയുണ്ട്, അഹമ്മദ് സഖാഫിയുണ്ട്, അൻവർ സാദാത്ത് അൽ അർഷദിയുണ്ട്, ഇവിടെ ഇരിക്കുന്ന മറ്റു പണ്ഡിതന്മാരുണ്ട്. അവർക്ക് കഴിയുന്നത് വേറെയാണ്. ഇതൊക്കെ 100 എണ്ണം പറയാനുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ ഇമാമുമാരും ഇത് പഠിപ്പിച്ചവരാണ്. ഒരാളെങ്കിലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശഫാഅത്ത് ചോദിക്കലും ബറക്കത്തെടുക്കലും ശിർക്കാണ്, നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അതിന് തെളിവുകളില്ല, അത് ദുർവ്യാഖ്യാനമാകുന്നു എന്ന് അറിയിക്കാനാണ് ഞാൻ സാമ്പിളിന് 1-2 എണ്ണം പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നിങ്ങളെങ്ങാനും സമ്മതത്തിന് തരികയാണല്ലോ, ഞാനിവിടെ മാലപ്പടക്കത്തിന് തിരി കൊടുത്തു ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നീണ്ടു പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം ആ ഭാഗം നിർത്തുകയാണ്. നിങ്ങൾ ചോദിക്കും. ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും. നമുക്ക് ദീനിൽ ഒരു സംഗതി തെളിവാകണമെങ്കിൽ ഹദീസിൽ തന്നെ ഉണ്ടാകണമെന്നുണ്ടോ? സനതൊക്കെ ചോദിക്കണോണ്ട് ഹദീസിൽ തന്നെ കാണുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ദീനില് ഒരു സംഗതി തെളിവാകണമെങ്കിൽ ഹദീസിൽ തന്നെ കാണണം എന്നുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. നിങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾ ഏതാ വിഭാഗം എനിക്കറിയില്ല, ഏത് വിഭാഗമാണെങ്കിലും സന്തോഷങ്ങൾ ഏത് സുന്നിയാണ്. നമുക്ക് ആ EKAPയോ ഒക്കെ കണക്കന്നെ, ഒക്കെ സുന്നികളാണ്, ഒരു പ്രശ്നമില്ല. മുജാഹിദ് ജമാഅത്ത് ആകാൻ മതി, അള്ളാഹു ആകട്ടെ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. ഒപ്പത്തിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഇവിടെ ഇതിന്റെ ബഷീർ മാഷ് പറഞ്ഞല്ലോ, നമ്മൾ ഇതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ സഹോദരന്മാരെ, അത് മുജാഹിദുകൾ ചോദിക്കും, എന്തൊരു ഹദീസുണ്ടോ? അതൊരു അപ്രസക്തമാണ്. അങ്ങനെ ഇല്ല, അത് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ചതുർ പ്രമാണങ്ങൾ, 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. ഒന്നുകിൽ ഖുർആൻ, അല്ലെങ്കിൽ ഹദീസ്, അല്ലെങ്കിൽ ഇജ്മാ, അല്ലെങ്കിൽ ഖിയാസ്. ഈ 4-ൽ ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. അപ്പൊ എന്തിനു പേരും അത് റസൂൽ പറഞ്ഞോ, അത് ഹദീസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കരുത്. ആ ചോദിക്കുന്നത് കേട്ടാൽ അറിയാം അയാൾക്ക് ഞാൻ നിങ്ങളെ പറ്റിയല്ലോ, നിങ്ങൾ ചോദിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ പറയണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ അറിയാം ഒരു കഥയില്ലാത്ത സാധുവാണ് ആ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ആൾ ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. മൂപ്പറങ്ങനെ ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് എത്രയാണ്? ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു, അത് നിങ്ങൾ അനുവദനീയമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പുണ്യകർമ്മമാണെന്ന് പറയുന്നു. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കാമോ? ഇതാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ കാണണം, നമ്മൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ ഹദീസിൽ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ മുജാഹിദുകളുണ്ടല്ലോ, സുന്നികൾ മാത്രമല്ല മുജാഹിദ് ആപ്പിലാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സുന്നിക്കും മുജാഹിദിനും തർക്കമില്ലാത്ത ഒരു കാര്യമാണല്ലോ. അപ്പോൾ മുജാഹിദുകളാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. ഓലെ പള്ളി, മുജാഹിദിന്റെ പള്ളിക്ക് 2, 3, 4 തട്ട്, 5, 6 തട്ടുള്ള പള്ളിയുണ്ട് അല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ 6 തട്ട് 7 തട്ടുള്ള പള്ളി നിസ്കരിക്കാൻ വേണ്ടി തട്ടുണ്ടാക്കിയത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ? സിദ്ദീഖുൽ അക്ബറുടെ കാലത്തുണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ?
എന്നാ ഖുർആനിലുണ്ടോ അത് ഇങ്ങനെ ചെയ്യണമെന്ന്? ഹദീസിലുണ്ടോ? ഒന്ന് കാണിച്ചിട്ട് നമുക്കറിയാലോ. ഞാൻ എത്ര സ്ഥലത്തായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് 100 അങ്ങനെ ചോദിക്കാം. നമുക്ക് മാത്രമല്ല മുജാഹിദുകൾക്കും ഒരു കൊടുങ്ങൂലേ. അപ്പൊ അതൊരു വിദിത ചോദ്യമാണ്. ഏത് അങ്ങനെ ഈ പറഞ്ഞ മാതിരി തന്നെ ഖുർആനിലുണ്ടോ, അങ്ങനെ തന്നെ ഹദീസിലുണ്ടോ? അത് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഇമാമുമാർ അവരാണ് ഈ പ്രമാണങ്ങൾ നോക്കി അതിൽ നിന്ന് ഈ മസലകൾ നിർദ്ധാരണം ചെയ്തു പറയുന്നവർ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മപരമായ കാര്യങ്ങളുടെ വിധി പറയേണ്ടത് ആരാ? കർമ്മശാസ്ത്ര വിശാരദന്മാരാണ്. അവരുടെ മുമ്പിൽ അവർക്കത് പ്രമാണമായി ബോധ്യപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ചു, ഒരു വീടിന് ഒരു പ്ലാൻ വരച്ചു. അപ്പൊ നമ്മളയാളെ ചോദിച്ചു എന്താ ഇങ്ങനെ തന്നെയാണ്, 8:10 8:9 ആയിക്കൂടെ, അല്ലെങ്കിൽ 8:9 ആയിക്കൂടെ എന്ന് നമ്മളയാളെ ചോദ്യം ചെയ്താൽ അങ്ങനെ ആയിക്കോ എന്റെ പേരെ ഇങ്ങനെ കൂർങ്ങളായിരുന്നോ എന്ന് പറയാന്നല്ലാതെ അയാൾ സഹിച്ച് മുന്നോട്ട് പോകില്ല, വേറെ മാർഗ്ഗമില്ല. അപ്പൊ അതെന്താണ്? അത് എഞ്ചിനീയർ അത് പഠിച്ചു, അയാൾ അത് പഠിച്ചവനാണ്, അതുകൊണ്ട് അയാൾ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ രോഗിയായി ഒരു ഡോക്ടർ അരികിൽ ചെന്നു, MBBS ഡോക്ടർ അരികിൽ ചെന്നു, ഡോക്ടർ അരികിൽ ചെന്ന ഒരു മുജാഹിദ് കൂടെ പോയത് ഒരാൾ എന്തിനു ഖുർആനിന്റെ തെളിവുണ്ടോ ചോദിച്ചാൽ അയാൾക്ക് ചികിത്സിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മരുന്ന് ചീട്ട് തരുന്നത് ഇത് പോയി മരുന്ന്. അപ്പോൾ ചോദിച്ചു, അല്ല ഡോക്ടർ ഇതാണ് ഇപ്പോൾ ഈ രോഗത്തിനുള്ള ചികിത്സ, അതിൽ എന്താ തെളിവ്? ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ അതിലുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളോട് പറഞ്ഞപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് സ്വീകരിക്കാം? നിങ്ങൾ ഈ തന്ന കുളിക്കുന്ന കൊല്ലാനാണെങ്കിലോ അത് ഇതിനുള്ളതാണെങ്കിലും എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഇവന് ഈ ഡോക്ടർ കഥയുള്ള ഡോക്ടർ ഇവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാന്നല്ലാതെ പടച്ചോനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നല്ലേ ഡോക്ടറെ ചിന്തിക്കുക. ഈ ജാതിയൊക്കെ എന്റെ അരികിലേക്ക് വരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ അതൊരു മണ്ടത്തരാണ്. വിവരമുള്ളവരായ ആളുകൾ, അവർ ഇസ്ലാമിലെ വിധികൾ പറയാൻ അർഹതയുള്ള ആളുകൾ അവരത് പറയണം, അവർക്ക് നമ്മളത് സമ്മതിച്ചു കൊടുക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലാത്തവരാണ്, നിങ്ങൾ ഖുർആനും സുന്നത്തിൽ നിന്നും മസലകളെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെങ്കിൽ പ്രാപ്തിയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഈ ആയത്താണ് എല്ലാ ഇമാമുമാരും മദ്ഹബിന്റെ ഇമാമുകളെ പിൻപറ്റണം എന്നതിന് തെളിവായി രേഖയായി ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ സുന്നത്തൊക്കെ പഠിപ്പിച്ച ആശയം ഇതാണ്. എന്തിനും ഏതിനും നമ്മൾ ഉദ്ദേശമായിട്ടുള്ള ഒരു ആയത്ത്, അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഹദീസ് അങ്ങനെ ഉണ്ടാവില്ല. അത് സുന്നിക്കുണ്ടാവില്ല, മുജാഹിദിനുണ്ടാവില്ല, ജമാഅത്തിനുണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല എന്ന കാര്യം നിങ്ങൾ പഠിക്കണം. ചോദിക്കാം, നിങ്ങൾ വന്ന് ചോദിക്കണം. അപ്പൊ കണ്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞു 2 ചോദ്യം 3 ചോദ്യം 3 അല്ല 5 അല്ല 10 എത്ര ചോദ്യം ചോദിച്ചു? നമുക്ക് ഇനി ചോദിക്കണം, നിങ്ങൾ 10 ചോദ്യം ചോദിക്കണം ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ചെറിയ തെറ്റിദ്ധാരണ സുഹൃത്ത് ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ് മുജാഹിദിലെ പ്രമാണം വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് തന്നെയാണ് മുജാഹിദിലെ പ്രമാണം. അതിന് അതിൻ്റെതായ ഉസൂലുകൾ ഉണ്ട് കേട്ടോ, ഇജ്മാ ഖിയാസ് ഒക്കെ പറയണം. അതുപോട്ടെ, അതല്ല നമ്മുടെ വിഷയം. പിന്നെ ഒന്നാമത്തെ ചോദ്യം തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് വിശദീകരിച്ച സമയത്ത് പറഞ്ഞു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് പൊളിക്കപ്പെട്ടത് പൊതു സ്ഥലത്ത് നിർമ്മിച്ച ഖബറുകളാണ് എന്ന് ഉസ്താദ് പറഞ്ഞു. ഇതിന് എന്തെങ്കിലും തെളിവ് മീൻസ് അന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇത് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇത് പറഞ്ഞതായിട്ടുണ്ടോ ഒന്നത്? ആദ്യം അതാണ് പറയാം. അങ്ങനെയുള്ള സംഗതി നമ്മൾ അങ്ങനെ ഒരു ചോദ്യം മറുപടി, ഒരു വെട്ടി തടവ് ഇങ്ങനെ പോവാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് 120 കിതാബ് ഫിഖ്ഹിൽ മാത്രം എഴുതിയ മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര കിതാബ്? ഒരഭിപ്രായം അനുസരിച്ച് 120. എത്ര അഭിപ്രായം? 200 കിതാബ്. എത്രയായാലും നമ്മളെ കണ്ടിൽ ആകെ 2 3 കിതാബാണ് നമ്മൾ കണ്ട്. ആകെ മുജാഹിദ് ഉദ്ധരികൾ അല്ലുമിൽ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള 199 കിതാബിലും എന്താ പറഞ്ഞത് എന്നറിയില്ല. അതാണ് ഈ മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ നോക്കി തെരഞ്ഞ് കണ്ടുപിടിച്ച് അവരുടെ കിതാബുകളെ എഡിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ക്യാപ്സൂൾ ആക്കി തരുന്ന ജോലിയാണ് മുഹർറിറുൽ മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവിയുടെയും റാഫിയുടെയും ജോലി. അവരാണ് ഷാഫി ഇമാമിന്റെ കിതാബുകൾ നോക്കിയിട്ട് ഈ മസ്അല നമ്മളെ പറയുന്നത്, നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്ത് ഇങ്ങനെയുള്ളതല്ലാത്ത, ഞാൻ നേരത്തെ കിതാബ് റൗള ഇമാം നബവിയുടെ കിതാബാണ്. ആ റൗള എന്ന് പറയുന്ന കിതാബിൽ നിന്ന് ഞാനത് വായിച്ച് കേൾപ്പിച്ച് തന്നതാണ്. അത് അവർ ഒരു കിതാബല്ല, ഇമാം ഷാഫിയുടെ കിതാബുകളൊക്കെ പരതി മദ്ഹബ് അസ്ഹാബിന്റെ അഭിപ്രായങ്ങൾ നോക്കി ഈ വിഷയത്തിൽ ഷാഫി ഇമാം എന്ത് പറഞ്ഞു, അവരുടെ ശിഷ്യന്മാർ എന്ത് പറഞ്ഞു എന്നൊക്കെ നോക്കിയിട്ടുള്ള പ്രബലമായ വീക്ഷണമാണ് അവർ ഈ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഷാഫി ഇമാം പറയാത്ത മസ്അലല്ല നവവി ഇമാമും റാഫി ഇമാമും ഉൾപ്പെടെയുള്ള മദ്ഹബിലെ പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ട് അവർ ഈ പറയുന്നത് ഷാഫി ഇമാമിന്റെ കിതാബ് നോക്കിയിട്ടും ഷാഫി ഇമാമിന്റെയും അസ്ഹാബുകളുടെയും കിതാബുകളും അഭിപ്രായങ്ങളും നോക്കിയിട്ട് തന്നെയാണ്. അല്ലാന്ന് നിങ്ങൾ ധരിച്ചത് തെറ്റാണ്, അത് തിരുത്തണം. അതുകൊണ്ട് അവർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെതിരിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി പറയില്ല. പറയണമെങ്കിൽ ഇമാം ഷാഫി തങ്ങൾ തന്നെ പറയുന്നു, അൽ ഫവായിദുൽ അല്ല ഇമാം റാഫി നവവി തങ്ങൾ തന്നെ പറയുന്നു, ഇമാം ഖുർദി അൽ ഫവായിദുൽ മദനിയ എന്ന ഗ്രന്ഥത്തിൽ അവരെ തൊട്ട് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. എന്ത് ഷാഫി ഇമാമിന്റെ മറ്റൊരു നെസ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം വ്യക്തമാക്കി പറഞ്ഞത്, മറ്റൊരു കിതാബിൽ പറഞ്ഞത് ഇല്ലാതെ ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ അവരുടെ അഭിപ്രായമായി നവവി ഇമാം ഒന്നും പറയൂല. അപ്പൊ നവവി ഇമാം ഇത് വിശദീകരിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഷാഫി ഇമാമിന്റെ ഒരു കിതാബിൽ കണ്ട ആ വിഷയം വിശദീകരണ വിധേയമല്ലാതെ പറഞ്ഞതിന്റെ ശരിയായ വിശദീകരണമാണ് നവവി ഇമാം നടത്തുന്നത്. അതുകൊണ്ടാണ് നവവി ഇമാമിനും റാഫി ഇമാമിനുമുള്ള സ്ഥാനപ്പേര് മുഹർറിറുൽ മദ്ഹബ് എന്നാണ്. അന്നവവി വർ റാഫിഈ ശൈഖാനി ഫിഖ്ഹൻ വഫിൽ ഹദീസി ആഖറാനി എന്ന് പറയാനുള്ള കാരണവും അതാണ്. അപ്പൊ ഷാഫി ഇമാം പറയാത്ത കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഷാഫി ഇമാമിന്റെ എല്ലാ കിതാബും നോക്കിയതിന് ശേഷം അതിന്റെ സംക്ഷിപ്തം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിന് ഉപോത്ബലകമായിട്ടാണ് ഇമാം നവവി ഈ പറഞ്ഞത് എന്നർത്ഥം.
പിന്നെ നമ്മുടെ ഉസ്താദ് ഞാൻ തയ്യാറാണ്, പക്ഷേ ഇവിടെ സംഘാടകർ സമയക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ചോദ്യത്തിൽ ചോദ്യങ്ങൾ കൊണ്ട് ആവർത്തിക്കില്ല, പുതിയൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നാലും ഉസ്താദ് ലാസ്റ്റ് പിന്നെ ഉത്തരം പറഞ്ഞപ്പോൾ അതിന്റെ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാണ്. പിന്നെ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല അബു ഹനീഫ يكره أن يقول الداعي أسألك بحق فلان وبحق أنبياء وبرسلك وبالحق البيت الحرام والمشعر. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നു, നബിമാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നതെന്നോ ഇന്ന വ്യക്തിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നതെന്നോ മസ്ജിദുൽ ഹറാമിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെറുക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ചമ്മക്കലാണ് ചോദിക്കുകയാണ്, ഒരു തെറ്റിദ്ധാരണയുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലേറെ ഉയർത്തപ്പെട്ടിട്ടില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. അതേസമയം ഒരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അത് വഫാത്തായപ്പോൾ എവിടെയാണ് ആ തിരുശരീരം അടക്കം ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച അങ്ങനെ വന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രവാചകൻ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഖബർ ഒരുക്കേണ്ടതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിനുള്ളിൽ 4 ചുമരുകളുള്ള വീടിന്റെ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവിടെ അടക്കം ചെയ്തു. കാലാകാലങ്ങളിൽ വന്ന് പിന്നെ ഉമറിന്റെ കാലത്ത് ആ പിന്നെ ഈത്തപ്പനുള്ളത് മാറ്റി ഇഷ്ടികയാക്കി, പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് അത് പിന്നെ 6 മീറ്ററോളം ഉയർത്തി. അങ്ങനെ അതിന് ചുറ്റും ഇപ്പോൾ വാക്കാടൊക്കെ നമ്മൾ ഖബർസ്ഥാൻ ഇങ്ങനെ ചുറ്റും കെട്ടി മതി, അതിന്റെ ചുറ്റും ഇങ്ങനെ കെട്ടിപ്പൊന്നിച്ചിട്ടുണ്ടല്ലാതെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയോ കെട്ടിപ്പൊന്നിച്ചിട്ടുണ്ടോ? ഖബറിന്റെ ചരിത്രം നമുക്ക് പറയാത്ത സമയമില്ല, കാരണം 600 ശേഷം വന്നാൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയണ്ടാവും, കാരണം ചോദിക്കാണ്ടാവില്ല, അതുകൊണ്ട് പറയണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, റസൂലുള്ളാഹിന്റെ ഖബർ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ജാറത്തിന്റെ ഉള്ളിലാണ് മറവ് ചെയ്തത് എന്നപ്പോൾ ഈ പറഞ്ഞത്. ആകത്തുക ജാറത്തിന്റെ ഉള്ളിലാണ് മറവ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ മുജാഹിദുകൾ ഏതെങ്കിലും ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളെ ബാഴപ്പം മറുപടിയുണ്ട്. എന്താണ് മുജാഹിദുകൾ ഏതെങ്കിലും ഒരു വീടുണ്ടാക്കി ആ വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു മുജാഹിദുകളെ വേണ്ട മുജാഹിദ് അല്ലാത്തവരെ മറവ് ചെയ്യുന്നതിനെ പറ്റി മുജാഹിദിന്റെ അഭിപ്രായം അനുവദിക്കും? പ്രവാചകന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ, വീടിന്റെ ഉള്ളിൽ നമ്മൾ വീട് പൊളിഞ്ഞടി, ആ വീട് പൊളിഞ്ഞടി വീണ്ടും ആ വീട് എന്താ ചെയ്തത് നിങ്ങൾ നോക്കണം. സഹീഹുൽ ബുഖാരിയുള്ളതാ, അത് പൊളിഞ്ഞാടിയപ്പോൾ വീണ്ടും അത് പുനർനിർമ്മാണം ചെയ്തു എന്ന ബുഖാരിയുടെ ഹദീസ് മുജാഹിദ് അംഗീകരിക്കോ? എന്താ ഈ പൊട്ടത്തരം പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ ഇത്രയും വിശദീകരിച്ച് ഇത്രയും സഹിഷ്ണുതയോടെ എന്തൊരു സന്തോഷമാണ് നമ്മളൊക്കെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇതൊക്കെ കേട്ട് വിവരം വെച്ചങ്ങളിൽ പൊട്ടത്തരം പറയരുത്. അതാ എനിക്ക് പറയാനുള്ളത്.